പൂരം അതിൻ്റെ ദൃശ്യ പൊലിമയിൽ പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ എല്ലാവിധ ഒരുക്കങ്ങളും 24 ചെയ്തു കഴിഞ്ഞു. തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഇപ്പോൾ നമുക്കൊപ്പം എസ് വിജയകുമാർ ചേരുകയാണ്. വിജയകുമാർ, പൂരത്തിൻ്റെ ആവേശം പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കൂ. ഇവിടെ നമ്മളിത് വടക്കുന്നാഥന്റെ ഗോപുര നടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആനകൾ, മേളങ്ങൾ, അങ്ങനെ താളവാദ്യ മേള വിസ്മയം തീർത്തുകൊണ്ട് ഘടകപൂരങ്ങളുടെ ഇങ്ങോട്ടുള്ള യാത്ര, അതിലെ കാഴ്ചകളൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഞാനൊരു കാഴ്ച കൂടി, എൻ്റെ കൂടെ ഒരു അതിഥി കൂടിയുണ്ട്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ആമുഖം പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല. പ്രസീത ചാലക്കുടി ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. ഇത്തവണ ഒരു പ്രത്യേകത കൂടിയുള്ളത്, നമ്മൾക്കൊക്കെ നേരത്തെ പൂരം തുടങ്ങി. കാരണം പ്രസീത ചാലക്കുടി ഒരു പാട്ട് കേട്ടാണ് നമ്മൾ ഇത്തവണ പൂരം ആദ്യം ആഘോഷിച്ചത്. നമ്മളൊക്കെ ആ പാട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക്, നമ്മളിങ്ങനെ പുരുഷാരം എന്നൊക്കെ പറയുന്നു, നമ്മൾ പുരുഷാരം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്താണ് പുരുഷാരം എന്ന് പറയുന്നത്, പുരുഷന്മാരെ മാത്രം വെച്ചല്ല. പക്ഷേ എങ്കിലും സ്ത്രീകൾക്കൊക്കെ പൂരപ്പറമ്പിലേക്ക് വരുന്നതിന് അവർക്ക് കൂടി ഉള്ളതാണ് പൂരം എന്ന ഒരു വലിയ സന്ദേശം കൂടി നൽകുന്നതായിരുന്നു പ്രസീതയുടെ ആ പാട്ട്. വലിയ ചർച്ചയാവുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൊക്കെ. ഇതാ പ്രസീത നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾക്ക് പൂരം നേരത്തെ തുടങ്ങിയിരുന്നു ആ പാട്ടോടെ. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും പൂര ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം എൻ്റെ പാട്ട് ഒരുപാട് ആളുകളെ ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ്. പ്രത്യേകിച്ചും ശ്രീകണ്ഠൻ സാർ അടക്കമുള്ളവർ വാർത്തയിൽ അത് പെടുത്തി എന്നുള്ളതാണ് ഒരുപാട് സന്തോഷം. എന്താണെങ്കിലും പൂരത്തിന് അങ്ങനെ ഒരു പാട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ പാട്ട് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടും. പൂരത്തിന് എല്ലാ പൂരത്തിനും ഇവിടെ എത്താറുണ്ടോ? പൂര ഓർമ്മ, പൂര അനുഭവം എങ്ങനെയാ? തീർച്ചയായും എൻ്റെ ടീമിലെ പല ആളുകളും തൃശ്ശൂർക്കാരാണ്. അത് തൃശ്ശൂർ ടൗണുകാരാണ്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരാണെങ്കിൽ ടൗണിൽ ബേസ് ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ കൂടെ പൂരം കൂടാൻ വേണ്ടിയിട്ട് ഇവിടെ റൂം എടുത്ത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഒരു റൂം ഇവിടെ എടുത്തിട്ടുണ്ട്. ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവും. പൂരം കഴിയുന്നവരുണ്ടാവും ഇവിടെ. പാട്ട് എഴുതിയത് നമ്മളൊരു സന്ദീപ് മുണ്ടൂർ എന്ന് പറയുന്ന മാഷാണ്. സംഗീത സംവിധാനം സുനേഷ് പാവനി എന്ന് പറഞ്ഞിട്ട് പാട്ട് വെച്ചങ്ങ് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. താളം മുറുകണ്, മേളം മുറുകണ്, തകച്ചെമ്പട താളം കൊട്ടണ്, ഞങ്ങൾക്കും കൂടണ്ടേ തൃശ്ശൂര് പൂരം. താളം മുറുകണ്, മേളം മുറുകണ്, തകച്ചെമ്പട താളം കൊട്ടണ്, ഞങ്ങൾക്കും കൂടണ്ടേ പൂരങ്ങട പൂരം. തെക്കേ നട തള്ളി തുറന്നേ പൂരത്തിനാരവമായി, മേളത്തിൻ പെരുമഴ നനയാൻ ഞങ്ങളുമുണ്ടട്ടോ. മഠത്തിൽ വരവില്ല നിലകൾ താളം തുള്ളണ കണ്ടണ്ട, ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണ കണ്ടണ്ട. മഠത്തിൽ വരവില്ല നിലകൾ താളം തുള്ളണ കണ്ടണ്ട, ഉപചാരം ചൊല്ലണ നേരം കണ്ണുകൾ നിറയണ കണ്ടണ്ട. താളം മുറുകണ, മേളം മുറുകണ, തകച്ചെമ്പട താളം കൊട്ടണ്, ഞങ്ങൾക്കും കൂടണ്ടേ തൃശ്ശൂര് പൂരം. ഞങ്ങളും കൂടാണ് തൃശ്ശൂര് പൂരം. അതെന്താ പൂരത്തിന് സ്ത്രീകളുടെ പങ്കാളിത്തം കുറവാണ് എന്ന അതൊരു വിമർശനം കൂടിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ പരിഹരിക്കേണ്ടതാണല്ലോ. ആ ഒരു സന്ദേശമാണോ ഈ പൂരം, ഈ പാട്ട്? അല്ല സാറേ, പങ്കാളിത്തം കുറഞ്ഞിട്ടല്ല. പങ്കാളിത്തം പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കുണ്ട്. പക്ഷെ പൂരം കാണുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയാം, അതിന് കുറച്ച് പരിമിതികളുണ്ട്. വളരെ വല്ലാണ്ടല്ല. ഇപ്പോൾ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ സ്ത്രീ ജനങ്ങൾക്ക് ഇവിടെ അനുവദിച്ച് തന്നിട്ടുണ്ട്. ഇക്കൊല്ലം പ്രത്യേകിച്ചും ഭയങ്കര സൗകര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും ചില പരിമിതികളും നമ്മൾ വീടുകളിൽ നിന്നും അനുഭവിക്കാറുണ്ട്. നമ്മുടെ ആൽബം തന്നെ പറയുന്നുണ്ട്, തുടങ്ങുന്നത് തന്നെ പൂരം കാണാൻ നീയൊന്നും വരണ്ട. കുട്ടിയുടെ അച്ഛൻ പറയാണ്, നീ വീട്ടിലിരുന്ന് TV-യിൽ പൂരം കാണ്, അവിടെ അത്ര എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്കിതൊന്നും സേഫ്റ്റി ഒന്നും ഉറപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ സേഫ്റ്റി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതിന് മാത്രമുള്ള സുരക്ഷയാണ് ഇപ്രാവശ്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ ഇത്രയും കാലമുള്ള ഒരു എക്സ്പീരിയൻസിൽ ചെറിയ പരിമിതികൾ ഞങ്ങൾ സ്ത്രീകൾക്കുണ്ട്. എത്ര സ്ത്രീപക്ഷ വാദങ്ങൾ വന്നാൽ പോലും എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്ക് ചെറിയ ചെറിയ പരിമിതികൾ ഇപ്പോഴും കൽപ്പിക്കപ്പെടുന്ന ഒരു സൊസൈറ്റിയിലാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂർ പൂരത്തിലും പുരുഷന്മാരെ എങ്ങനെ അർമാദിക്കണം അതുപോലെ ഞങ്ങൾക്ക് അർമാദിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് ഇതിൽ കൊടുക്കുന്നത്. ഒരാൾ പറയായിരുന്നു ഇവിടെ ഒരു VIP പവലിയൻ ഉണ്ടായിരുന്നു, അതിത്തവണ മാറ്റി അവിടെ സ്ത്രീകൾക്ക് പ്രത്യേക ക്രമീകരണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിജയകുമാർ, നിങ്ങൾ എല്ലാവരും കൂടി ആർമാദിക്കുക. അപ്പം നമുക്ക് പെട്ടെന്നൊരു വാർത്ത വരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം നടക്കുന്നു. UK-യിലേക്ക് പോകാനെത്തിയ യാത്രക്കാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിൽ ഇറങ്ങി UK-യിലേക്ക് പോകാനുള്ള യാത്രക്കാരാണ് പ്രതിഷേധിക്കുന്നത്. ദുബായിൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് എമിറേറ്റ്സ് അധികൃതർ പറയുമ്പോഴാണ് പ്രതിഷേധം ഉണ്ടായത്. പകരം ടിക്കറ്റ് തുക തിരികെ നൽകണമെന്ന യാത്രക്കാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുന്നു എന്ന വാർത്തയാണ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.